ഹായ് ഓൾ, വെൽക്കം ടു ദ മംഗ്ലീഷ് ടീച്ചർ. എല്ലാവർക്കും ടീച്ചിങ് ആൻഡ് സ്കൂളിംഗ് UK എന്ന വീഡിയോ സീരീസിലെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടി എൻ്റെ പേര് അശ്വിൻ. ഞാൻ UK ഒരു ക്വാളിഫൈഡ് ടീച്ചറാണ്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് UK എങ്ങനെ ഒരു ക്വാളിഫൈഡ് ടീച്ചർ ആകാം എന്നതിനെ പറ്റി നോക്കാം. ഈ വീഡിയോ മുൻപോട്ടേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ചെറിയൊരു ഇൻഫർമേഷൻ അറിഞ്ഞിരിക്കണം. ആ ഇൻഫർമേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ QTS അഥവാ ക്വാളിഫൈഡ് ടീച്ചിങ് സ്റ്റാറ്റസ് എന്താണ് എന്നതിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഈ ക്വാളിഫൈഡ് ടീച്ചിങ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് UK ഒരു പ്രൊഫഷണൽ സ്റ്റാറ്റസ് ആണ്. ശ്രദ്ധിക്കുക, പ്രൊഫഷണൽ സ്റ്റാറ്റസ് ആണ്. അത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ UK ഗവൺമെൻറ് പറയുന്ന സ്റ്റാൻഡേർഡ്സ് ഉള്ള ഒരാളാണ്, അല്ലെങ്കിൽ ഒരു റിലവൻറ്റ് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ക്വാളിഫൈഡ് ടീച്ചർ സ്റ്റാറ്റസ് എന്ന ഒരു പ്രൊഫഷണൽ സ്റ്റാറ്റസ് നിങ്ങൾക്ക് കിട്ടും. അപ്പം ഇത് അവാർഡ് ചെയ്യുന്നത് ടീച്ചിങ് റെഗുലേറ്ററി അതോറിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡിയാണ്. TRA എന്നാണ് അതിൻ്റെ ഷോർട്ട് ഫോം. അപ്പോൾ നമുക്ക് QTS ലഭിക്കുമ്പോൾ നമ്മളുടെ ആ ഒരു പേര് ഈ TRAയുടെ ഒരു രജിസ്റ്ററിൽ രേഖപ്പെടുത്തും. അതിനോടൊപ്പം തന്നെ TRN നമ്പർ എന്ന് പറഞ്ഞ നമ്പർ നമുക്ക് കിട്ടും. അപ്പം ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഇവിടുത്തെ നേഴ്സസിന് ഉള്ള ലൈസൻസ്, അതിനെ നമ്മൾ പിൻ നമ്പർ എന്നാണ് പറഞ്ഞത്, NMC പിൻ നമ്പർ എന്നാണ് പറഞ്ഞത്. അതുപോലെ ടീച്ചേഴ്സിനുള്ള ഒരു ലൈസൻസ് എന്ന് വേണമെങ്കിൽ ഈ QTSനെ പറയാം. QTS ഉള്ളതിൻ്റെ ഒരു ഗുണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് പറയുന്ന ഒരു മിനിമം സാലറി, ടീച്ചറിനുള്ള ക്വാളിഫൈഡ് ടീച്ചറിനുള്ള ഒരു മിനിമം സാലറി നമുക്ക് കിട്ടും. അത് ആക്ച്വലി ഈ വർഷം അതിൻ്റെ ഏറ്റവും മിനിമം എന്ന് പറയുന്നത് 31,650 ആണ്. ഇനിയിപ്പം ഈ QTS ഇല്ലെങ്കിലും നമുക്ക് ഇവിടെ ടീച്ചറാകാം, അൺക്വാളിഫൈഡ് ടീച്ചറായിട്ട് UK വർക്ക് ചെയ്യാം. ഇത് എൻ്റെ മുമ്പത്തെ വീഡിയോയിലൊക്കെ ഞാനത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ സ്പെസിഫിക് ആയിട്ട് നമുക്ക് QTS എങ്ങനെ നേടാം എന്നതിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇതിന് പല രീതികളുണ്ട് ആക്ച്വലി QTS നേടാൻ വേണ്ടിയിട്ട്. ഒന്നാമതായിട്ട് നമ്മൾ യൂണിവേഴ്സിറ്റി പോയിട്ട് ഒരു പ്രത്യേക കോഴ്സ് എടുത്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് QTS ലഭിക്കും. രണ്ട്, നമുക്ക് ഈ ബ്രിട്ടീഷ് ഗവൺമെൻറ് അല്ലെങ്കിൽ ബ്രിട്ടീഷ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അംഗീകരിക്കുന്ന രാജ്യങ്ങളിൽ നിന്നുള്ള ഒരു എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അത് കിട്ടും. ഫോർ എക്സാമ്പിൾ, ഇപ്പം റീസെൻ്റ്ലി ഇന്ത്യയിലെ BEd ഇവിടെ പരിഗണിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ UK ഗവൺമെൻറ് പരിഗണിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് BEd ഉള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ, BEd കഴിഞ്ഞിട്ട് 9 മാസത്തെ എക്സ്പീരിയൻസ്, സ്കൂൾ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആ BEd ഡിഗ്രി ഇങ്ങോട്ടേക്ക് QTS ആയി കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വേറെയും 1-2 മാർഗങ്ങളുണ്ട്. അതായത് ഇപ്പം QTS ത്രൂ അസസ്മെന്റ് ഉള്ളി റൂട്ട് എന്ന് പറഞ്ഞിട്ടൊരു മാർഗമുണ്ട്. ഈ വീഡിയോയിൽ നമ്മൾ കുറച്ചുകൂടെ പർട്ടിക്കുലർ ആയിട്ട് സംസാരിക്കാൻ പോകുന്നത് QTS എങ്ങനെ ഒരാൾക്ക് നേടാം എന്നതിനെ പറ്റിയിട്ടാണ്. QTS നമുക്ക് പല രീതിയിൽ നേടാൻ പറ്റും. ഒന്നാമതായിട്ട് നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ, UK യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു പ്രത്യേക കോഴ്സസ് എടുത്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് QTS ലഭിക്കും. രണ്ടാമതായിട്ട് ഈ പറഞ്ഞ പോലെ എക്സ്പീരിയൻസ് കൊണ്ട് QTS ലഭിക്കും. QTS അസസ്മെന്റ് ഉള്ളി റൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു റൂട്ടുണ്ട്. മൂന്നാമതായിട്ട് UK ഡിപ്പാർട്ട്മെന്റ് ഓഫ് എഡ്യൂക്കേഷൻ അംഗീകരിക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് ചില പർട്ടിക്കുലർ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് QTS ലഭിക്കും. ഏറ്റവും നല്ല ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മളുടെ ഇന്ത്യയിൽ നിന്ന് BEd ഉള്ള ടീച്ചേഴ്സിന്, BEd കഴിഞ്ഞിട്ട് 9 മാസത്തെ എക്സ്പീരിയൻസ് ഉള്ള ടീച്ചേഴ്സിന് നിങ്ങൾക്ക് ആക്ച്വലി QTS ലഭിക്കും. ആ BEd ഇങ്ങോട്ടേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ പല രീതിയിൽ നമുക്ക് QTS UK ലഭിക്കും. അപ്പോൾ അതിനെപ്പറ്റി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇന്ന് വീഡിയോയിൽ സംസാരിക്കാം. ആദ്യമായി നമുക്ക് യൂണിവേഴ്സിറ്റി കൂടെ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ത്രൂ എങ്ങനെ QTS ക്വാളിഫൈഡ് ടീച്ചിങ് സ്റ്റാറ്റസ് ലഭിക്കും എന്നതിനെ പറ്റി നോക്കാം. UK യൂണിവേഴ്സിറ്റിയിൽ നിന്നും ചില കോഴ്സുകൾ എടുത്ത് പഠിക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് QTS കിട്ടും. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് PGCE എന്ന് പറയുന്നൊരു കോഴ്സ്. PGCE എന്ന് പറയുമ്പോൾ പോസ്റ്റ് ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റ് എഡ്യൂക്കേഷൻ എന്നതാണ് അതിൻ്റെ ഫുൾ ഫോം. അതൊരു മാസ്റ്റർ ഡിഗ്രി അല്ല. ഇൻഫാക്ട് അതൊരു മാസ്റ്റർ ഡിഗ്രിയുടെ 1/3 ഭാഗം മാത്രമാണ് ആ ഒരു ക്വാളിഫിക്കേഷൻ നമ്മൾ കംപ്ലീറ്റ് ആക്കുന്നത്. ഏറ്റവും കൂടുതൽ പേര് ടീച്ചർ ആവാൻ തിരഞ്ഞെടുക്കുന്ന ഒരു ക്വാളിഫിക്കേഷനാണ് ഈ PGCE QTS എന്ന് പറയുന്നത് UK. അതൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 10 മാസം കൊണ്ട് ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ആക്കാൻ പറ്റും. ഈ 10 മാസം എന്ന് പറയുന്നത് ആക്ച്വലി ഒരു സ്കൂൾ അക്കാഡമിക് ഇയർ ആണ്. PGCയുടെ ഭാഗമായിട്ട് നമ്മൾ 2 അല്ലെങ്കിൽ 3 സ്കൂളുകളിൽ ഒരു ഇന്റേൺഷിപ്പ് അല്ലെങ്കിൽ പ്ലേസ്മെന്റിന് പോകേണ്ടി വരും. അപ്പോൾ ഇത് പ്യുവർലി ഒരു യൂണിവേഴ്സിറ്റിയിലുള്ള ഒരു കോഴ്സ് അല്ല. മാത്രമല്ല ഇതൊരു സ്കൂൾ അക്കാഡമിക് ഇയറിലാണ് റൺ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സെപ്റ്റംബർ ടു ജൂലൈ ആയിരിക്കും
എല്ലാ PGC കോഴ്സസും മിക്കവാറും ഉള്ള യൂണിവേഴ്സിറ്റികളിലും ഈ കോഴ്സസ് റൺ ആവുന്നത്. ഇതിന് ജനുവരി ഇൻടേക്ക് ഇല്ല. ഈ ഒരു കോഴ്സ് നമ്മൾ സക്സസ്ഫുള്ളി പൂർത്തിയാക്കുകയാണെങ്കിൽ PGC എന്നൊരു അക്കാഡമിക് ക്വാളിഫിക്കേഷനും QTS എന്നുള്ളൊരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. പിന്നെയുള്ളൊരു ഓപ്ഷനാണ് PGDE, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ എഡ്യൂക്കേഷൻ. ഇത് PGC എന്നൊരു ക്വാളിഫിക്കേഷനേക്കാളും ഒരു പടിക്ക് മുമ്പിലാണ്. കാരണം ഇതൊരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സാണ്. PGDEയുടെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 2 വർഷമാണ്. അതുകൊണ്ട് തന്നെ PGC PGD എന്നുള്ളൊരു ഓപ്ഷൻ വരുമ്പോൾ കൂടുതൽ ആൾക്കാർ PGC ആണ് ഓപ്റ്റ് ചെയ്യുന്നത്. കാരണം എത്ര പെട്ടെന്ന് പൂർത്തിയാക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണ് PGC. കോഴ്സിന്റെ ഒരു ഡിഫിക്കൽട്ടി ലെവൽ നോക്കുകയാണെങ്കിലും PGC ആണ് കുറച്ചുകൂടി ഈസി. PGC ആണെങ്കിലും PGD ആണെങ്കിലും നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിക്കുന്നത് വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. തിയറി നോളജ് വളരെ കുറച്ചാണ്. കൂടുതൽ സമയവും നമ്മൾ യൂണിവേഴ്സിറ്റി പറയുന്ന ഒരു സ്കൂളിൽ ഇന്റേൺഷിപ്പ്, അതിനെ നമ്മൾ പ്ലേസ്മെന്റ് എന്നാണ് കോമൺലി പറയാറ്, ആ ഒരു പ്ലേസ്മെന്റിലായിരിക്കും. കൂടുതൽ യൂണിവേഴ്സിറ്റിയിലും PGC PGD ക്ലാസ്സസ് ആദ്യത്തെ ഒരു മാസം അല്ലെങ്കിൽ 2 മാസമേ കാണത്തുള്ളൂ. കഴിഞ്ഞ് യൂണിവേഴ്സിറ്റി നമ്മളെ പല സ്കൂളുകളിലേക്ക് അയക്കും. പ്രധാനമായിട്ടും 2 അല്ലെങ്കിൽ 3 സ്കൂളുകളിലെ ഒരു ഇന്റേൺഷിപ്പ് അല്ലെങ്കിൽ പ്ലേസ്മെന്റ് ആണ് നമുക്ക് ആ ഒരു കാലയളവിൽ പൂർത്തിയാക്കുന്നത്. PGCയെ പറ്റി നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഒരുപാട് വിവരങ്ങൾ പറയാനുള്ള സമയമില്ല, എങ്കിലും ഒരു പ്രധാനപ്പെട്ട കുറച്ച് വിവരങ്ങൾ പറയാം. PGC എന്നുള്ളത് യൂണിവേഴ്സിറ്റി ബേസ്ഡ് കോഴ്സാണ്. PGC എന്നൊരു കോഴ്സിൽ യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിക്കുന്ന ആ ഒരു സമയം വളരെ കുറവാണ്. ഏതാണ്ട് 1 മാസത്തോളം മാത്രമേ നോർമലി ക്ലാസ്സുകളുള്ളൂ. ബാക്കി സമയം അത്രയും നമ്മൾ യൂണിവേഴ്സിറ്റി പറയുന്ന സ്കൂളിൽ പോയിട്ട് ഇന്റേൺഷിപ്പ് അല്ലെങ്കിൽ നമ്മൾ പ്ലേസ്മെന്റ് എന്നാണ് ഇവിടെ പറയുന്നത്, ആ ഒരു പ്ലേസ്മെന്റ് പൂർത്തിയാക്കണം. ഈ പ്ലേസ്മെന്റിന്റെ സമയത്ത് നമ്മൾ ആക്ച്വലി കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ നമുക്ക് മാർക്ക് ഇടാൻ വേണ്ടിയിട്ട് ആ സ്കൂളിൽ ഒരു മെന്റർ ഉണ്ടായിരിക്കും. അത് യൂണിവേഴ്സിറ്റി ചുമതലപ്പെടുന്ന ഒരു മെന്റർ ആയിരിക്കും. ഇനി ഇടയ്ക്ക് നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വേറൊരു മെന്റർ ആ ഒരു സ്കൂളിൽ നമ്മൾ പഠിപ്പിക്കുന്ന കാലയളവിൽ നമ്മളെ ഒബ്സർവ് ചെയ്യാനും വരും. അപ്പൊ പ്യൂർലി ആ ഒരു ക്ലാസ് റൂമിന്റെ ഒരു അസസ്മെന്റ്, നിങ്ങൾ ക്ലാസ് റൂമിൽ എങ്ങനെ പെരുമാറുന്നു എന്നതിനുള്ള അസസ്മെന്റ് ആ PGCയിൽ നടക്കും. PGDയിലും അതുപോലെ തന്നെയാണ്. യൂണിവേഴ്സിറ്റിയിലെ ക്ലാസ്സസ് കുറച്ച് കുറവാണ്, പക്ഷെ 2 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ ഈ 2 വർഷവും നമുക്ക് പ്ലേസ്മെന്റുകൾ പല സ്കൂളുകളിൽ പ്ലേസ്മെന്റിന് പോകേണ്ടതായിട്ട് വരും. പിന്നെ PGC PGD കുറച്ചുകൂടി ഡിഫിക്കൽട്ട് PGDE ആണെന്ന് ഞാൻ പറഞ്ഞു. കാരണം ടീച്ചർ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് PGCയിലായാലും PGDയിലായാലും നമ്മൾ സ്കൂളിൽ പോയി പഠിപ്പിക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം അതിൽ ടീച്ചിങ് അവേഴ്സ് അല്ലെങ്കിൽ ടീച്ചിങ് ഏറ്റവും കൂടുതലുള്ളത് PGDയിലാണ്. കാരണം PGCയിൽ നമ്മൾ ആദ്യമേ ഒരാഴ്ച മാക്സിമം ഒരു 8 ക്ലാസ്സസ് 8 പീരീഡ് മാത്രമേ പഠിപ്പിക്കുകയുള്ളൂ. PGDയിൽ അങ്ങനല്ല, ആദ്യം തന്നെ 10-15 ക്ലാസ്സുകളാണ് നമ്മൾ ആദ്യത്തെ ഒരാഴ്ചയിൽ പഠിപ്പിക്കേണ്ടി വരിക. അതുകൊണ്ട് തന്നെ PGD കുറച്ചുകൂടി ഒരു ഇന്റൻസീവ് കോഴ്സാണ്. PGCയിലായാലും PGDയിലായാലും ആ സ്കൂൾ ബേസ്ഡ് പ്ലേസ്മെന്റ് അവിടെ നമ്മൾ നല്ലപോലെ പെർഫോം ചെയ്താൽ മാത്രമേ നമുക്ക് QTS കിട്ടുകയുള്ളൂ. അവിടെ ആ ഒരു പെർഫോമൻസിൽ എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ സ്കൂൾ ബേസ്ഡ് ടീച്ചിങ്ങിൽ നമ്മൾ ഫെയിൽ ആവുകയാണെങ്കിൽ QTS നമുക്ക് ലഭിക്കില്ല. PGCയുടെ കാര്യം പറയുകയാണെങ്കിൽ PGC കുറച്ചുകൂടി തിയററ്റിക്കൽ നോളജ് ആണ്. അപ്പം ആ ഒരു തിയററ്റിക്കൽ നോളജിനെ യൂണിവേഴ്സിറ്റികൾ അസസ് ചെയ്യുന്നത് SAയിലൂടെ ആയിരിക്കും. അതിനെ നമ്മൾ പ്ലേസ്മെന്റ് എന്നാണ് കോമൺലി പറയാറ്. ആ ഒരു പ്ലേസ്മെന്റിലായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ 2 essay അല്ലെങ്കിൽ 3 essay എഴുതുമ്പോൾ PGC എന്ന് പറഞ്ഞ ഡിഗ്രി നമുക്ക് കിട്ടും. പക്ഷെ QTS പാസ്സാകണമെങ്കിൽ ആ ഒരു കാലയളവിലുള്ള ആ ഒരു ക്ലാസ് റൂം എക്സ്പീരിയൻസിലും നമ്മൾ പാസ്സാവണം. ആ ക്ലാസ് റൂം എക്സ്പീരിയൻസിൽ UK-യിലുള്ള ഒരു 8 ടീച്ചിങ് സ്റ്റാൻഡേർഡുകളുണ്ട് നമുക്ക്. ആ ടീച്ചിങ് സ്റ്റാൻഡേർഡിനെയാണ് ഇതാണ് PGC PGD എന്ന് പറഞ്ഞിട്ടുള്ള 2 കോഴ്സസ്. ഇവിടെ പക്ഷേ ഈ അടുത്തിടെയായിട്ട് നാട്ടിലെ അല്ലെങ്കിൽ കേരളത്തിലെ ഒരുപാട് കൺസൾട്ടൻസികൾ MA ഇൻ എഡ്യൂക്കേഷൻ, MA ഇൻ ഏർലി എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞൊരു കോഴ്സുകൾ ഈ ടീച്ചിങ് ഇവിടെ UK-യിൽ ടീച്ചറാകാൻ ആഗ്രഹിക്കുന്നവരുടെ ഇടയിലേക്ക് അവർ അവതരിപ്പിക്കുന്നതായിട്ട് എനിക്ക് അറിയാൻ സാധിച്ചു. ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. ഇത് ഈ ഒരു MA ഇൻ എഡ്യൂക്കേഷൻ, MA ഇൻ ഏർലി എഡ്യൂക്കേഷൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ടീച്ചറാകാൻ പറ്റുമോ? ആക്ച്വലി ടീച്ചറാകാൻ പറ്റില്ല. കാരണം MA ഇൻ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ MA ഇൻ ഏർലി എഡ്യൂക്കേഷൻ പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് QTS അതിൽ കിട്ടുന്നില്ല. അത് ഞാൻ പറഞ്ഞിട്ട് അതൊരു വേസ്റ്റ് ഡിഗ്രിയാണ്. നിങ്ങൾ ആ ഒരു ട്രാപ്പിൽ വീഴരുത്. കാരണം അത് പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. അത് വെറുതെ ഇവിടെ ഒരു ഡിഗ്രി എടുത്ത് ഇവിടെ വരാമെന്നല്ലാതെ അതിന് പ്രത്യേകിച്ച് വേറെ ഒരു ബെനിഫിറ്റ് ഇല്ല. അപ്പം നിങ്ങൾ അത് ശ്രദ്ധിക്കുക. ഇവിടെ ടീച്ചർ ആവണമെങ്കിൽ PGC അല്ലെങ്കിൽ PGD എന്ന് പറഞ്ഞിട്ടുള്ള 2 ഡിഗ്രികളാണ് അല്ലെങ്കിൽ 2 കോഴ്സസ് ആണ് നമ്മൾ പഠിക്കേണ്ടത്. ഡിഗ്രി അല്ല, സോറി, അത് കോഴ്സസ് ആണ്.
അപ്പോൾ ഒരുപാട് പേരുടെ വേറൊരു ഡൗട്ട് ഉണ്ട്, PGC അല്ലെങ്കിൽ PGD കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് PSW പോസ്റ്റ് ഗ്രാജുവേറ്റ് PSW അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് വിസ ലഭിക്കും എന്നുള്ള കാര്യത്തിൽ. ആക്ച്വലി PGD കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രാജുവേറ്റ് വിസ ലഭിക്കും. അത് ഗവൺമെന്റിന്റെ സൈറ്റിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. PGC അല്ലെങ്കിൽ PGD കംപ്ലീറ്റ് ആക്കുന്ന കാൻഡിഡേറ്റിന് PSW അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് വിസയ്ക്ക് എലിജിബിൾ ആണെന്നുള്ള കാര്യം. അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം, നിങ്ങൾ പ്ലീസ് എല്ലാവരും ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. അപ്പോൾ യൂണിവേഴ്സിറ്റി ത്രൂ ടീച്ചർ ആവുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ജസ്റ്റ് ഒരു PGC QTS എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോഴ്സ് എടുത്ത് പഠിച്ചാൽ മതി. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ഇവിടെ PGC QTS അല്ലെങ്കിൽ PGD QTS എന്നുള്ളൊരു കോഴ്സ് തന്നെ എടുക്കണം. ചില യൂണിവേഴ്സിറ്റികൾ PGC മാത്രമായിട്ട് അല്ലെങ്കിൽ PGD മാത്രമായിട്ട് റൺ ചെയ്യുന്നുണ്ട്. അത് ശ്രദ്ധിച്ചുകൊള്ളുക. കാരണം ആ PGC മാത്രമായിട്ട് റൺ ചെയ്യുന്ന കോഴ്സിൽ നിങ്ങൾക്ക് QTS ലഭിക്കണമെന്നില്ല. അപ്പോൾ ഒരു കോഴ്സ് ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് സ്റ്റഡി നടത്താം. അപ്പോൾ യൂണിവേഴ്സിറ്റി ത്രൂ PGC QTS അല്ലെങ്കിൽ PGD QTS എന്ന് പറഞ്ഞ 2 കോഴ്സ് എടുത്ത് പഠിക്കുകയാണെങ്കിൽ നമ്മൾ QTS ലഭിക്കുന്ന കാര്യം നമ്മൾ കണ്ടു. ഇനി ഇതിനോടൊപ്പം തന്നെ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ UK സ്കൂളുകളിൽ സാലറീഡ് ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാം റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ സാലറീഡ് ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു അപ്രന്റീസ്ഷിപ്പാണ്, അല്ലെങ്കിൽ ഒരു ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാമാണ്. സ്കൂളുകൾ നടത്തുന്ന ഒരു ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാമാണ്. അപ്പോൾ ഈ സാലറീഡ് ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാമിൽ നിങ്ങൾ സെലക്ട് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്കൂള് അൺക്വാളിഫൈഡ് ടീച്ചറായിട്ട് ജോലി തരും. എന്നിട്ട് 1 വർഷം നിങ്ങൾ ട്രെയിൻ ചെയ്യും. ഈ ട്രെയിനിങ് കാലയളവിൽ നിങ്ങൾക്ക് ഒരു സാലറി, അൺക്വാളിഫൈഡ് ടീച്ചറിന് ഒരു സാലറിയും തരും. അപ്പോൾ 1 വർഷം നിങ്ങൾക്ക് സാലറിയും കിട്ടും, ടീച്ചർ ട്രെയിനിങ് കിട്ടും. ആ 1 വർഷത്തിന് അവസാനം നിങ്ങൾക്ക് QTS ലഭിക്കും. അതാണ് സാലറീഡ് ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാം. പിന്നെ ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സ്കൂളുകൾ ഈ സാലറീഡ് ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാമിന് വർക്ക് വിസ കൊടുക്കുന്നുണ്ട്. ശ്രദ്ധിക്കുക, അതൊരു വർക്ക് വിസയാണ്, അതായത് സ്കിൽഡ് വർക്ക് വിസയാണ്, സ്റ്റുഡൻറ് വിസ അല്ല. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ ഒരു സാലറീഡ് ടീച്ചർ ട്രെയിനിങ്ങിന് സെലക്ട് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് 1 വർഷത്തെ സാലറി ലഭിക്കും. അത് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആകുവാണെങ്കിൽ ടീച്ചർ ക്വാളിഫിക്കേഷനും കിട്ടും. ചില സ്കൂളുകൾ വർക്ക് വിസയും പ്രൊവൈഡ് ചെയ്യും. ഇതൊരു വർക്ക് വിസ ആയതുകൊണ്ട് തന്നെ PR എടുക്കാൻ നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ PR എടുക്കണമെങ്കിൽ വർക്ക് വിസയിൽ 5 വർഷം നിൽക്കണം. സ്റ്റുഡൻറ് വിസ കാലയളവ് അതിൽ കൂട്ടത്തില്ല. അപ്പം നിങ്ങൾ ആദ്യം മുതലേ തന്നെ ടീച്ചർ ട്രെയിനിങ്ങിന്റെ സമയത്ത് തന്നെ വർക്ക് വിസ ലഭിക്കുമ്പോൾ നിങ്ങളുടെ ആ ഒരു PR എടുക്കാനുള്ള ഒരു ക്ലോക്ക് സ്റ്റാർട്ടായി. ഒരുപാട് മലയാളി ടീച്ചറാകാൻ ആഗ്രഹിക്കുന്ന മലയാളികൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഈ സാലറീഡ് ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാം UK റെസിഡൻസിന് മാത്രമുള്ളതാണെന്നാണ്. പക്ഷെ അത് സത്യമല്ല. UK റെസിഡൻസിന് മാത്രമല്ല, അത് ഫോറിനേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതൊരു സാലറീഡ് പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര ഹെവി കോമ്പറ്റീഷൻ ആയിരിക്കും. വളരെ ലിമിറ്റഡ് സ്ഥലങ്ങളേ ഉള്ളൂ, ഹെവി കോമ്പറ്റീഷനും ആയിരിക്കും. നിങ്ങൾ ഇതിൽ സെലക്ട് ആയി കഴിഞ്ഞാൽ Day 1 മുതൽ നിങ്ങൾ പഠിപ്പിക്കണം. പക്ഷേ ആ പഠിപ്പിക്കുന്നതിനൊപ്പം തന്നെ നിങ്ങൾക്ക് ടീച്ചർ ട്രെയിനിങ് കിട്ടും. അപ്പം എല്ലാ ആഴ്ചയും നിങ്ങൾ പഠിപ്പിക്കും, ആദ്യം മുതലേ പഠിപ്പിക്കും. എല്ലാ ആഴ്ചയും നിങ്ങളുടെ സ്കൂളിലുള്ളൊരു മെൻറ്റർ ഉണ്ടായിരിക്കും. ആ മെൻറ്റർ വന്ന് നിങ്ങളുടെ ക്ലാസ് ഒബ്സർവ് ചെയ്യും. ക്ലാസ് ഒബ്സർവ് ചെയ്തിട്ട് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, അല്ലെങ്കിൽ അവർ ബേസിക്കലി ആ ഒരു ക്ലാസ് ഒബ്സർവ് ചെയ്തതിനു ശേഷം നിങ്ങളെ ട്രെയിൻ ചെയ്യും. അതാണ് അവിടെ നടക്കുന്നത്. ചില സാലറീഡ് പ്രോഗ്രാമിൽ QTSനൊപ്പം തന്നെ PGC എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അതായത് നിങ്ങൾ സ്കൂളിൽ തന്നെ ആയിരിക്കും, യൂണിവേഴ്സിറ്റി പോകേണ്ട കാര്യമില്ല. ചില യൂണിവേഴ്സിറ്റികൾ ഇത്തരം പ്രോഗ്രാം സാലറീഡ് ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാമിനുള്ള കാൻഡിഡേറ്റ്സിന് വേണ്ടി ഓൺലൈൻ ക്ലാസ്സസ് റൺ ചെയ്യുന്നുണ്ടായിരിക്കും. ആ ക്ലാസ്സസിൽ പങ്കെടുക്കുമ്പോൾ ഓൺലൈനിൽ കൂടെ നിങ്ങൾക്ക് PGCയും പഠിക്കാം, സ്കൂളിൽ കൂടെ നിങ്ങൾക്ക് QTS ലഭിക്കും. യൂണിവേഴ്സിറ്റിയിൽ പോവാതെ, ഫീസ് കൊടുക്കാതെ, സാലറി വാങ്ങിക്കൊണ്ട്, വർക്ക് വിസയിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ആക്ച്വലി ഒരു QTS കിട്ടും. ചില സമയങ്ങളിൽ PGCയും കിട്ടും, PGCയും QTSും കിട്ടും. ഇനിയുള്ളൊരു ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ചിലപ്പോൾ അത് UK ഒരു അൺക്വാളിഫൈഡ് ടീച്ചറുടെ എക്സ്പീരിയൻസ് ആകാം, അല്ലെങ്കിൽ ലോകത്തുള്ള ചില സ്കൂളുകളിലെ, എല്ലാ സ്കൂളുകളിലെ ചില സ്കൂളുകളിലെ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കാം. അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് QTS ത്രൂ അസസ്മെന്റ് ഓൺലി റൂട്ട് എന്ന് പറയുന്ന ഒരു റൂട്ട് വഴി നിങ്ങളുടെ എക്സ്പീരിയൻസിനെ QTS ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പം ഈ ഒരു കേസിൽ QTS അസസ്മെന്റ് ഓൺലി റൂട്ടിൽ ആ ഒരു QTS പ്രൊവൈഡ് ചെയ്തത് ചില ട്രെയിനിങ് ബോഡികളാണ്. അപ്പോൾ ആ ട്രെയിനിങ് പ്രൊവൈഡേഴ്സിന്റെ ലിസ്റ്റ് എന്തൊക്കെയാണെന്നുള്ള കാര്യം ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പം നമ്മൾ 2 വർഷത്തെ എക്സ്പീരിയൻസ് നമുക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ എക്സ്പീരിയൻസിൽ കൂടെ നമ്മൾ UK ടീച്ചിങ് സ്റ്റാൻഡേർഡ്സ് മീറ്റപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ട്രെയിനിങ് പ്രൊവൈഡേഴ്സിനെ അപ്രോച്ച് ചെയ്യുക. അവർ ഒരു 6 ആഴ്ച നമ്മളെ അസസ് ചെയ്യും. ഈ അസസ്മെന്റിന്
അസസ് ചെയ്യും. ഈ അസസ്മെന്റിനകത്ത് നമ്മുടെ എടുക്കുന്ന ക്ലാസ് ഇവർ ഒബ്സർവ് ചെയ്യും. നമ്മുടെ ചില പേപ്പർ വർക്കുകളുണ്ട്. അതായത് ഇപ്പം ഈ പറഞ്ഞ പോലെ നമ്മൾ ആ ടീച്ചിങ് സ്റ്റാൻഡേർഡ് മീറ്റ് ചെയ്യുന്നു എന്ന് എങ്ങനെ നമ്മൾ കാണിക്കും. അതായത് നമ്മൾ എടുത്ത ക്ലാസ്സിന്റെ ഒരു റിഫ്ലക്ഷൻ, ഞാൻ ഈ ക്ലാസ് ഇങ്ങനെയാണ് എടുത്തത്, അതിന്റെ പ്ലാനിങ് പ്രോസസ്സ്, ഇതിൻ്റെയൊക്കെ ഒരു ചെറിയ പേപ്പർ വർക്ക് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 6 ആഴ്ച കൊണ്ട് QTS അസസ്മെന്റ് ഉള്ള റൂട്ട് വഴി നിങ്ങൾക്ക് QTS ലഭിക്കും. ഇത് ഏറ്റവും കൂടുതൽ ബെനിഫിഷ്യൽ ആവുന്നത് ഓൾറെഡി UK അൺക്വാളിഫൈഡ് ആയിട്ട് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനാണ്. കാരണം അൺക്വാളിഫൈഡ് ആയിട്ട് നമ്മൾ 2 വർഷം കംപ്ലീറ്റ് ആക്കുമ്പോൾ നമുക്ക് ഈ ഒരു റൂട്ടിൽ QTS അസസ്മെന്റ് ഉള്ള റൂട്ടിൽ QTS ലഭിക്കും. കാരണം അതിന്റെ ആ എക്സ്പീരിയൻസിന്റെ ഒരു ഡെമോൺസ്ട്രേഷൻ കാണിക്കാൻ എളുപ്പമായിരിക്കും. നിങ്ങൾക്ക് UK ബേസ്ഡ് എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും സാരമില്ല. കാരണം ഈ QTS അസസ്മെന്റ് ഉള്ളി ക്വാളിഫിക്കേഷൻ കൊടുക്കുന്ന ട്രെയിനിങ് പ്രൊവൈഡേഴ്സ് ചില സ്കൂളുകൾ, UK പുറത്തുള്ള ചില സ്കൂളുകളിലുള്ള എക്സ്പീരിയൻസ് പരിഗണിക്കും. അത് അവരോട് നേരിട്ട് ചോദിച്ചാലേ അത് അറിയുള്ളൂ. അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനിയുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് UK അംഗീകരിക്കുന്ന ഒരു വിദേശ രാജ്യത്തെ ഒരു എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അത് QTS ആയിട്ട് ഇങ്ങോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഏറ്റവും നല്ല ഉദാഹരണം നമ്മുടെ നാട്ടിൽ നിന്നുള്ള BEd ആക്ച്വലി ഇങ്ങോട്ടേക്ക് UK QTS ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതിന് ചില എലിജിബിലിറ്റി ക്രൈറ്റീരിയസ് ഉണ്ട്. BEഡിന് ശേഷം നിങ്ങൾ 9 മാസത്തെ സ്കൂൾ എക്സ്പീരിയൻസ് വേണം. അറ്റ്ലീസ്റ്റ് 2 സ്കൂളിലെങ്കിലും ഒരു എക്സ്പീരിയൻസ് കാണിക്കാൻ പറ്റണം. ചില പ്രത്യേക സബ്ജക്റ്റുകൾ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന്റെ BEd മാത്രമേ ഇങ്ങോട്ടേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഒഫീഷ്യൽസ് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിൽ നിന്ന് സയൻസ്, മാത്തമാറ്റിക്സ്, ഫോറിൻ ലാംഗ്വേജ്. അപ്പൊ ഈ ഫോറിൻ ലാംഗ്വേജ് എന്ന് ഉദ്ദേശിക്കുന്നത് പോർച്ചുഗീസ്, സ്പാനിഷ്, ഫ്രഞ്ച് തുടങ്ങിയുള്ള ലാംഗ്വേജസ് ആണ്. അപ്പം പൊതുവേ അത്തരം ഫോറിൻ ലാംഗ്വേജുകളിൽ ആരും, അല്ലെങ്കിൽ മലയാളികൾ ആരും അങ്ങനെ BEd എടുക്കാറില്ല. അതല്ല, നിങ്ങൾക്ക് അതിൽ BEd ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് കൺവേർട്ട് ചെയ്തോളൂ. നമുക്ക് ആ ഒരു ഫോറിൻ ലാംഗ്വേജിന്റെ കാര്യമൊക്കെ മാറ്റി നിർത്തുവാണെങ്കിൽ സയൻസും മാത്തമാറ്റിക്സിലും BEd ഉള്ളവർക്കാണ് QTS ലഭിക്കുക. വേറെ ഒരു സബ്ജക്റ്റിലും QTS ലഭിക്കില്ല. ഇപ്പം നമുക്ക് ഞാനിപ്പോൾ സംസാരിക്കുന്നത് മലയാളം ആയതുകൊണ്ട് തന്നെ, ഈ കേൾക്കുന്നത് കൂടുതൽ മലയാളികളായതുകൊണ്ട് തന്നെ, കേരളത്തിൽ നിന്നും സയൻസ്, മാത്തമാറ്റിക്സ് ടീച്ചേഴ്സിന്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഇങ്ങോട്ടേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും, QTS ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. വേറൊരു അബദ്ധ ധാരണ ഇതിലുണ്ട്. ഇപ്പം BEd കഴിഞ്ഞിട്ട് 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാത്രമാണ് QTS എടുക്കാൻ പറ്റുന്നത് എന്ന് ഒരുപാട് യൂട്യൂബേഴ്സ് പറയുന്നുണ്ട്. കാരണം അത് അവരുടെ അറിവില്ലായ്മയാണ്. നമുക്ക് മിനിമം 9 മാസത്തെ ആ ഒരു എക്സ്പീരിയൻസ് മതി QTS ആയിട്ട് കിട്ടാൻ. അപ്പം നിങ്ങൾ പലരും QTS ആപ്ലിക്കേഷന് വേണ്ടി നേരിട്ട് ഗവൺമെന്റ് പോർട്ടലിൽ പോയി അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ കാണുന്നത്, നിങ്ങൾക്ക് 2 വർഷത്തെ എക്സ്പീരിയൻസ് കൊടുത്തില്ലെങ്കിൽ അതിൽ ഒരു ഓട്ടോമാറ്റിക് മെസ്സേജ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് 2 വർഷം എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ സ്കൂൾ ബേസ്ഡ് ഇൻഡക്ഷൻ പങ്കെടുക്കണം എന്നത്. ഈ സ്കൂൾ ബേസ്ഡ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത് ഒരു എക്സ്ട്രാ ട്രെയിനിങ് അല്ല, ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഒന്നുമല്ല. ഒരു പ്രൊബേഷനാണ്, ഒരു സപ്പോർട്ട് പ്രോഗ്രാമാണ്. അതൊരു ട്രെയിനിങ് പ്രോഗ്രാം അല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ 9 മാസത്തെ BEd കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് 9 മാസത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് QTS എടുത്തോളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റിൽ QTS കിട്ടും. അപ്പൊ ഈ സ്കൂൾ ബേസ്ഡ് ഇൻഡക്ഷൻ എല്ലാ സ്കൂളുകളിലും അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരിക്കും. അതൊരു സപ്പോർട്ട് പ്രോഗ്രാമാണ്. നമ്മളുടെ ആ ഒരു ടീച്ചിങ് സ്റ്റാൻഡേർഡ്സ്, ഇവിടുത്തെ ബ്രിട്ടീഷ് ടീച്ചിങ് സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്യാനുള്ള അതിന് മീറ്റ് ചെയ്യിക്കാൻ നമ്മളെ സഹായിക്കുന്ന രീതിയിലുള്ള സപ്പോർട്ട് പ്രോഗ്രാമാണ്. നമുക്കൊരു സ്കൂൾ ബേസ്ഡ് മെന്ററിനെ ആ ഒരു ഇൻഡക്ഷൻ സമയത്ത് തരും. ആ മെന്റർ വന്ന് നമ്മുടെ ക്ലാസ് ഒബ്സർവ് ചെയ്തിട്ട് നമുക്ക് വേണ്ട ഒരു ഫീഡ്ബാക്ക് തരും. അങ്ങനെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിൽ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അതാണ് മെയിൻലി QTS എടുക്കാനുള്ള പ്രധാനപ്പെട്ട മാർഗ്ഗങ്ങൾ. പിന്നെ ഇതല്ലാതെ വേറെയും കുറച്ച് മാർഗ്ഗങ്ങളുണ്ട്. അതിനെപ്പറ്റി ഞാൻ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നില്ല. കാരണം വെച്ചാൽ നമ്മുടെ ഞാനിപ്പം കൂടുതലും എൻ്റെ ഓഡിയൻസ് ഓൾറെഡി UK കേരളത്തിലുള്ളവരുമാണ്. അപ്പൊ UK ഒരുപാട് പേർക്ക് BEd ഉള്ളവരുണ്ട്. BEd ഉള്ളവർ 2 വർഷത്തെ എക്സ്പീരിയൻസ് ഇല്ലാതെ ഇരിക്കുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് മിനിമം 9 മാസത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ QTSന് അപ്ലൈ ചെയ്യാം. എൻ്റെ അപ്പം പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാട്ടിൽ നിന്നും നിങ്ങൾ QTS എടുത്തു, അതായത് നിങ്ങളുടെ BEd കൺവേർട്ട് ചെയ്ത് QTS എടുത്തു, നിങ്ങൾ പിന്നെ ജോലിക്ക് അപ്ലൈ ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഇപ്പോൾ ഒരുപാട് പേർക്കും ആ ഒരു ഇന്റർവ്യൂ കോളോ അല്ലെങ്കിൽ ഒരു ഫീഡ്ബാക്കോ റെസ്പോൺസോ കിട്ടുന്നുണ്ടാവില്ല. അതിന് റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിന്റെ മുമ്പത്തെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞു നിങ്ങൾ കുഴപ്പമില്ല ധൈര്യമായിട്ട് അപ്ലൈ ചെയ്തോളൂ, കിട്ടും എന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. പക്ഷേ റീസെന്റ്
UK ഒരുപാട് മലയാളീസ് ഉണ്ട്. മലയാളീസും ഇന്ത്യൻസും പിന്നെ വേറെ കുറേ ഫോറിൻ കൺട്രി എന്നുള്ള ആൾക്കാരും ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അവർ ഈ സ്റ്റുഡൻറ് വിസയിൽ വന്ന ഒരുപാട് പേര് ഇവിടെ ഉണ്ട്. സ്റ്റുഡൻറ് വിസയും അവരുടെ ഡിപ്പെൻഡൻസ് വന്നവരും. അപ്പോൾ ഈ കെയർ വിസയിൽ ഇപ്പൊ ഒരുപാട് റെസ്ട്രിക്ഷൻ കൊണ്ടുവന്നപ്പം ഒരുപാട് പേര് ഇപ്പൊ സ്കൂളുകളിലേക്ക് ടീച്ചർ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ തുടങ്ങി. ഈ ക്വാളിഫിക്കേഷൻ ഉള്ളവരും ഇല്ലാത്തവരും എല്ലാവരും തന്നെ അപ്ലൈ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഒരു സ്കൂളിലേക്ക് ഒരുപാട് നൂറുകണക്കിന് ആപ്ലിക്കേഷൻസ് ആണ് ഇപ്പോൾ വരുന്നത്. സ്കൂളുകൾ വീഡിയോ കോൺഫറൻസിങ് വഴി ഇന്റർവ്യൂ നടത്താൻ താല്പര്യപ്പെടുത്തില്ല. നമുക്ക് ഒരു ഇന്റർവ്യൂ കോൾ ഒരു സ്കൂളിൽ നിന്ന് കിട്ടുമ്പോൾ ആ ഇന്റർവ്യൂവിൽ 2 സ്റ്റേജാണുള്ളത്. ഒന്നൊരു ഡെമോ ക്ലാസ്സും ഒന്നൊരു പേഴ്സണാലിറ്റി ഇന്റർവ്യൂ. ആ ഒരു ക്ലാസ്സിലെ പെർഫോമൻസിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമുക്ക് ജോലി ലഭിക്കുന്നത്. സെക്കൻഡ് സ്റ്റേജ് പേഴ്സണാലിറ്റി ഇന്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞാലും ആ പേഴ്സണാലിറ്റി ഇന്റർവ്യൂവിൽ എത്ര നല്ലൊരു പെർഫോം ചെയ്താലും നമ്മൾ ഡെമോ ക്ലാസ് കൊള്ളത്തില്ലെങ്കിൽ നമ്മളെ അവർ ടീച്ചർ പോസ്റ്റിലേക്ക് എടുക്കില്ല. നമ്മൾ പേഴ്സണാലിറ്റി ഇന്റർവ്യൂവിൽ എത്ര നല്ലൊരു പെർഫോം ചെയ്തെന്ന് പറഞ്ഞാലും ഡെമോ ക്ലാസ്സിൽ നല്ലപോലെ പെർഫോം ചെയ്തില്ലെങ്കിൽ സ്കൂളുകൾ നമ്മളെ ടീച്ചിങ് പോസ്റ്റിലേക്ക് പരിഗണിക്കത്തില്ല. അപ്പം ഈ ഡെമോ ക്ലാസ് എന്ന് ഉള്ളത് കൊണ്ട് തന്നെ സ്കൂളിൽ നേരിട്ട് വന്ന് ഇന്റർവ്യൂ കൊടുക്കാൻ കഴിവുള്ള കാൻഡിഡേറ്റ്സിനെയാണ് സ്കൂൾ പ്രിഫർ ചെയ്യുന്നത്. UK പുറത്തുള്ള ഒരു കാൻഡിഡേറ്റിന് സ്കൂളിൽ നേരിട്ട് വരാൻ യാതൊരു നിർവാഹവും ഇല്ല. പക്ഷെ ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട് വീഡിയോ കോൺഫറൻസിങ് മുതലായിട്ടുള്ള ടെക്നോളജി ഉപയോഗിച്ച് ഇന്റർവ്യൂ നടത്തണം എന്നുള്ളത്. പക്ഷേ UK ഇപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യം, അതായത് നമുക്ക് UK ഇപ്പോൾ ഇഷ്ടംപോലെ സ്റ്റുഡന്റ് വിസയിൽ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ സ്റ്റുഡന്റിന് ഡിപ്പെൻഡൻസ് ആയിട്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ട്. ഓൾറെഡി വർക്ക് വിസയിൽ ഉള്ളവരുടെ ഡിപ്പെൻഡൻസ് വന്നിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ കാരണം കൊണ്ട് തന്നെ മിക്കവാറുള്ള സ്കൂളുകളിലേക്ക് ഒരുപാട് ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. ക്വാളിഫൈഡ് ടീച്ചറിന്റെ ആപ്ലിക്കേഷൻസും വരുന്നുണ്ട്, അൺക്വാളിഫൈഡ് ടീച്ചറിന്റെ ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. അതായത് സ്കൂളിൽ നേരിട്ട് വന്ന് ഇന്റർവ്യൂ കൊടുക്കാൻ കഴിവുള്ള കാൻഡിഡേറ്റ്സിന് നീണ്ട നിര തന്നെയുണ്ട്. അതുകൊണ്ട് അവരിപ്പം തൽക്കാലം ഓവർസീസിൽ നിന്നുള്ള ആരെയും ഇന്റർവ്യൂവിന് പോലും വിളിക്കുന്നില്ല. എൻ്റെ വീഡിയോ ഇത്ര നേരം കണ്ടതിന് എല്ലാവർക്കും നന്ദിയുണ്ട്. UK ടീച്ചറാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾ UK ടീച്ചറാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനൊരു സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. നമുക്ക് ഒരുപാട് ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാർ ആ ഗ്രൂപ്പിലുണ്ട്. നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ റെഡിയാണ്. UK ഓൾറെഡി ഉള്ള ടീച്ചിങ് ആസ്പിറൻസിന് വേണ്ടിയിട്ട് ഒരു ടീച്ചിങ് ഇന്റർവ്യൂ എങ്ങനെ ക്രാക്ക് ചെയ്യാം എന്നതിനെ പറ്റിയിട്ടുള്ള വർക്ക്ഷോപ്പും കോച്ചിങ്ങും ഞാൻ നടത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും എൻ്റെ വാട്സപ്പിൽ ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ നേരിട്ട് മെസ്സേജ് അയച്ചാൽ മതി. ഈ ഒരു ചാനൽ ടീച്ചിങ് ആൻഡ് സ്കൂൾ സിസ്റ്റം മാത്രമല്ല, വേറെ വ്യത്യാസമായിട്ടുള്ള ഒരു UK ലൈഫ് കൂടെ കാണിക്കാനാണ് ലക്ഷ്യം വെക്കുന്നത്. അപ്പോൾ അത് കൂടുതൽ അറിയണമെന്നുള്ളവർ ദയവായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, സപ്പോർട്ട്, ആൻഡ് സീ യു സൂൺ. താങ്ക് യു.